സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ കാണുന്നില്ലേ, ഈ പൂക്കൾ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും കടുകിൻ്റെ പാടം പൂത്ത് നിൽക്കുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ കണിക്കൊന്ന ഇങ്ങനെ പൂത്തുലഞ്ഞതുപോലെ തോന്നും. പക്ഷേ ഇത് സത്യത്തിൽ അതൊന്നും അല്ല, പീനട്ടിൻ്റെ ഫ്ലവേഴ്സാണ്. പീനട്ടിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊലകുത്തി കായ്ക്കുന്നത് കണ്ട് നമുക്കൊന്ന് ആസ്വദിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി നല്ല മനോഹാരിതയാണ്. അപ്പോൾ ആ പൂക്കളുടെ ഭംഗി അത്രയായപ്പോൾ അതിൻ്റെ കായുടെ മനോഹാരിതയും അതുപോലെ ഭംഗിയാണ്. അതുകൊണ്ടാണ് ഈ പീനട്ട് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബുഷായിട്ടുള്ള ചെടിയാണിത്. ഇത് എനിക്ക് കോഴിക്കൂടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് 2-3 കോഴിയുണ്ട്. അതിൻ്റെ വളങ്ങൾ ഇതിന് കിട്ടുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് വളങ്ങളൊന്നുമില്ല. ആയതിനാൽ മഴക്കാലം ആകുമ്പോഴും നല്ല തണുപ്പുള്ള സീസണുകളിൽ നല്ലോണം ഈ കായ്കൾ പിടിക്കാറുണ്ട്. ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്ന് പറയുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കിഷ്ടമാണ്. കാരണം അത് കഴിക്കുന്ന ആ ടൈംസിലുള്ള വ്യത്യാസത്തിലാണ് ചിലർക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത്. ഇതിൻ്റെ പച്ചക്ക കഴിക്കാൻ ടേസ്റ്റ് ഇല്ല, അതിന് മീഡിയം വന്നാലും കഴിക്കാൻ പാടാണ്. പക്ഷേ ഒത്തിരി പഴുത്താലും ആ പീനട്ടിൻ്റെ മണം വരുമ്പോൾ ചിലർക്ക് കഴിക്കാൻ പറ്റൂല. പക്ഷേ ഇതിൻ്റെ മീഡിയം സൈസുണ്ട്, അതായത് ക്യാരറ്റിൻ്റെ കളറാകുമ്പോൾ നമ്മളത് പറിച്ച് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും ക്യാരറ്റിൻ്റെ അതേ ടേസ്റ്റ് അതിൻ്റെ കാ പോലും തിന്നാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും അതിലും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പൂത്ത് കിടക്കുന്നത്. സ്കൂൾ വിട്ട് പോകുമ്പോൾ കുട്ടികൾ നമ്മളോട് ചോദിക്കും, അപ്പം നമുക്കത് പറിച്ചു കൊടുക്കാനൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ കിളികൾ ഇതിനെ വെറുതെ വിടുകയില്ല. അപ്പോൾ കിളികൾക്കും എന്തെങ്കിലും ഭക്ഷണമാകാമല്ലോ വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഇത് നല്ല പഴുക്കുമ്പോൾ വരുന്ന കിളി നമ്മുടെ പച്ചത്തത്തയാണ്. അപ്പോൾ കൂടുതൽ പഴുക്കാൻ നമ്മൾ അതിനെ അനുവദിച്ചുകൂടാ, അപ്പോഴേ നമുക്ക് പറിച്ച് കഴിക്കാം. ഇതേ ടേസ്റ്റ് ജപ്പാൻ പേരയുടെ ഇൻസൈഡ് കാണുന്ന പോലെയാണ് അത് കടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ക്യാരറ്റ് എങ്ങനെ തിന്നുന്നോ, അതായത് ഈ ഒരുമാതിരി നല്ല പഴുക്കാത്തൊരു ഓമയ്ക്ക നമ്മൾ കറുമുറ തിന്നുന്ന ആ ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഈ തൈ. അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് വെക്കുക, നഷ്ടമൊന്നുമില്ല. ഇടയ്ക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞ് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഓക്കെ ഇത് കഴിക്കാൻ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നല്ല പഴുത്ത് നോക്കി നിൽക്കി ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ, അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇത് കണ്ടില്ലേ പൂത്ത് കിടക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പം അതുപോലെ നമുക്ക് വീട്ടിലിങ്ങനെ പൂത്ത് കിടക്കാൻ എല്ലാവരും ആഗ്രഹിക്കില്ലേ, അതുകൊണ്ട് ഇത് നട്ടുപിടിപ്പിക്കുക. വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മഞ്ഞ് സീസണായിട്ടാണ് ഇത്രയും കൂടുതൽ കിളിച്ചത്. ഓക്കെ.